വിശേഷം 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ, നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. വളരെ അറിവും വളരെ എക്സ്പീരിയൻസും വളരെ അനുഭവവും ഒക്കെ ഉള്ള പത്രോസ് ഗെനസരേത്ത് തടാകത്തിൽ മീൻപിടുത്തത്തിനായി നിൽക്കുന്ന അവസ്ഥ നമുക്ക് ആ ഭാഗത്ത് വായിക്കുവാൻ കഴിയും. അവിടെ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്നാൽ ഒരു നന്മയും തൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായി കിട്ടാതെ ഒഴിഞ്ഞ വലയും ഒഴിഞ്ഞ പടകുമായി നിൽക്കുന്ന പത്രോസിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ മുട്ടിച്ചു നോക്കുകയാണെങ്കിൽ നാമും നമ്മുടെ എക്സ്പീരിയൻസിലും നമ്മുടെ കഴിവിലും ബുദ്ധിയിലും നമ്മുടെ കോണ്ടാക്റ്റുകളൊക്കെ ഉപയോഗിച്ചും നമ്മൾ ഒരുപാട് ചിലപ്പോൾ അധ്വാനിച്ചു കാണും. എന്നാൽ ആ അധ്വാനം നമുക്കൊരു നന്മയെ തരാൻ കഴിയാതെ, അധ്വാനം ഒരുപാടായി പക്ഷെ റിസൾട്ടില്ല. നന്നാ അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു നന്മ പടകിനകത്തില്ല. അങ്ങനെ ആയിരിക്കുന്ന അനേകരുണ്ട്. അവർക്ക് 8 അല്ല 10 അല്ല 12 മണിക്കൂർ 15 മണിക്കൂർ അധ്വാനിക്കുന്നവരുണ്ട്, അല്ല അതിൽ കൂടുതലുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അധ്വാനത്തിന് ഒത്തവണ്ണം യാതൊരു നന്മയും അവരുടെ ജീവിതത്തിലില്ല. കുടുംബജീവിതത്തിനകത്ത് അവർ അനുഭവിക്കേണ്ട സ്വസ്ഥതയോ സമാധാനമോ ഒരു നിറവോ വെളിപ്പെടുവാൻ ആകുന്നില്ല. അവിടെ ഒരു ശൂന്യത. ജോലി മേഖലയിലേക്ക് നോക്കിയാൽ നല്ല ഉയർന്ന വിദ്യാഭ്യാസമുണ്ട്, കഴിവുകളുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു നിറവോ ഒരു ജോബോ അതിനനുസരിച്ചുള്ള ഒരു നന്മകളോ ഇല്ലാതെ ആയിരിക്കുന്ന ഒരു ശൂന്യതയുടെ അവസ്ഥ. ആത്മീക മേഖലകളിലേക്ക് നോക്കിയാൽ അവിടെയും ഒരു ശൂന്യതയുടെ അവസ്ഥ. ഏതൊക്കെ മേഖലയിലാണോ പത്രോസിനെ പോലെ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്നാൽ അധ്വാനത്തിൻ്റെതായ ഒരു റിസൾട്ട് വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയാതെ ശൂന്യമായി നിൽക്കുന്ന പടകും വലയുമായി അങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിജീവിതങ്ങൾ ആരൊക്കെയാണോ അവരുടെ ജീവിതത്തിനകത്ത് സ്വന്തം ബുദ്ധിയും സ്വന്തം കഴിവിനേക്കാൾ കർത്താവിനിൽ ആശ്രയം വെക്കുന്ന, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന, കർത്താവിനെ വിട്ട് വചനം പറയുന്നത് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ്. ഇവിടെ പത്രോസ് കർത്താവിനെയോ കർത്താവിൻ്റെ സാന്നിധ്യത്തെയോ ആ ദൈവത്തിലുള്ള ആശ്രയത്തെയോ വിട്ടാണ് അധ്വാനിക്കുന്നത്. സ്വന്തം ബുദ്ധിയിലാണ്, സ്വന്തം കഴിവിലാണ്, ഇന്നലകളിലെ എക്സ്പീരിയൻസിലാണ്. താനും തൻ്റെ പിതാക്കന്മാരും ഒക്കെ മീൻപിടുത്തക്കാരാണ്. അവർക്ക് കടലിനെ കുറിച്ചും കടലിൻ്റെ ആഴമാകട്ടെ അതിൻ്റെ ഓളമാകട്ടെ ആ മീൻ്റെ ആ വരവാകട്ടെ എപ്രകാരം എങ്ങനെയൊക്കെ ചെയ്താൽ മീനെ പിടിക്കാം അല്ലെങ്കിൽ അതിനെ കിട്ടും എന്നുള്ള ജ്ഞാനമൊക്കെ നല്ലതുവണ്ണമുണ്ട്. ശരിയാ, നമുക്കും ചിലതിനെക്കുറിച്ചൊക്കെ നല്ല ജ്ഞാനം കാണും. പക്ഷേ നമ്മളുടെ ജ്ഞാനം, നമ്മുടെ അറിവ് ചിലയിടങ്ങളിൽ ഫലിക്കണമെന്നില്ല. നമ്മുടെ ഇന്നലകളിലെ ഒരുപക്ഷെ അനുഭവങ്ങൾ, എക്സ്പീരിയൻസുകൾ, അറിവുകൾ ഒരുപക്ഷെ ഫലപ്രാപ്തിയിൽ എത്തിക്കണമെന്നില്ല. എന്നാൽ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് 33-ാം സങ്കീർത്തനത്തിലാണ്. 33-ാം സങ്കീർത്തനം അതിൻ്റെ 16-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല, ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. തൻ്റെ ബലാധിക്യം കൊണ്ടത് വിടുവിക്കുന്നതുമില്ല. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അപ്പോൾ സൈന്യബഹുത്വത്താൽ, അറിവ് കൊണ്ട്, ശക്തി കൊണ്ട്, ബലം കൊണ്ട്, മിടുക്കുകൊണ്ട്
ജയം പ്രാപിക്കണമെന്നില്ല. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നുവെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം, ദൈവത്തിലുള്ള നമ്മളുടെ ആമേൻ മുറുകെ പിടിക്കുന്ന അവസ്ഥ, അവൻ്റെ വാക്കിനെ അനുസരിക്കുന്ന അവസ്ഥ, അതിനകത്ത് വലിയൊരു നിറവുണ്ടാകും എന്നാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ആരാണോ കർത്താവിൽ ആശ്രയിക്കുന്നത് അവരുടെ മേൽ. അങ്ങനെയെങ്കിൽ ഈ പത്രോസിന് ഇന്നലകളിലെ അറിവും എക്സ്പീരിയൻസും ഒക്കെ ഉണ്ട്, പക്ഷെ തനിക്കൊന്നും കിട്ടിയില്ല. എന്നാൽ യേശു കർത്താവിൻ്റെ വാക്ക്, യേശു ആ പടകിലേക്ക്, ആ ഗനസരത്ത് തടാകത്തിൽ ഒരുപാട് പടകുകളുണ്ട്, എന്നാൽ ഈ ഒഴിഞ്ഞ ഈ പടകിനെ ലക്ഷ്യം വെച്ച് രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടാതെ നിൽക്കുന്ന ഈ പത്രോസിനെ ലക്ഷ്യം വെച്ച് യേശു വരികയാണ്. ഇന്ന് പകലൊരു ദൂത് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ശൂന്യതകളെ കാണുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ. സ്തോത്രം. ഗനസരത്ത് തടാകത്തിൽ 1000 പടകുകളുണ്ടായിരിക്കാം, 100 കണക്കിന് പടകുകളുണ്ടായിരിക്കാം. പക്ഷേ കർത്താവ് ഈ പത്രോസിൻ്റെ പടകിനെ ലക്ഷ്യം വെച്ച് വന്നു. ആമേൻ. നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ശൂന്യതയിൽ കൈവിടാത്തൊരു ദൈവമുണ്ട്. നിന്റെ നാളെയുടെ ആവശ്യങ്ങൾ എന്തെന്ന് നീ പറയുന്നതിനേക്കാൾ മുന്നമേ അറിയുന്ന സ്വർഗം നമ്മുടെ ശൂന്യതകളിലേക്ക് ഇറങ്ങി വരുന്നവനാണ്. നമ്മുടെ ശൂന്യതകളിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ശൂന്യതകളിൽ വലിയൊരു നിറവ് തരാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. നോക്കി അനേകർ അവിടെ ഉണ്ടായിട്ടും പത്രോസിൻ്റെ അരികിലേക്ക്, ആ പടകിലേക്ക് ലക്ഷ്യം വെച്ച് വന്ന എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അവൻ നിങ്ങളെ കൈവിടത്തില്ല, എന്നെ കൈവിടത്തില്ല. ആമേൻ. സ്തോത്രം. ആരെല്ലാം കൈവിട്ടാലും ആമേൻ. സ്തോത്രം. അവൻ നമ്മളെ കൈവിടത്തില്ല. നമ്മുടെ അധ്വാനവും നമ്മുടെ ഉറക്കമൊളിപ്പും നമ്മുടെ ഓട്ടവും നമ്മുടെ പ്രയത്നവും എല്ലാം കാണുന്ന ദൈവം. ആമേൻ, ആമേൻ. നമ്മളുടെ ഒരു പക്ഷേ ബുദ്ധിക്കകത്ത് നമ്മൾ പ്രതീക്ഷിച്ചത് സംഭവിച്ചില്ലെങ്കിലും ആമേൻ, നമ്മുടെ അരികിലേക്ക് വരുന്ന അരുമനാഥൻ്റെ ആ ഇമ്പസ്വരം, ആ സ്വരത്തെ നാം ഒന്ന് ഗൗനിച്ചാൽ, അനുസരിച്ചാൽ നമ്മുടെ ജീവിതം മാറുവാൻ, നമ്മുടെ കഥ മൊത്തം മാറ്റാൻ, നമ്മുടെ ഇന്നത്തെ അവസ്ഥകൾക്കകത്തൊരു ചേഞ്ച് തരാൻ എൻ്റെ ദൈവം ശക്തനാണ്. ആ പടകിലെ ലക്ഷ്യം വെച്ച് യേശു വന്നു. പത്രോസിൻ്റെ പടകിൽ കയറി അവനോട് പറയുകയാണ്, നീ ഈ വലത്തു ഭാഗത്ത് വല വീശണം. അപ്പോൾ പത്രോസിന് നല്ല അറിവും ജ്ഞാനവും ഉണ്ട്. പത്രോസിന് വേണമെങ്കിൽ പറയാം, ഗുരോ നീ പറഞ്ഞതൊക്കെ ശരി, എന്നാൽ എൻ്റെ ഒരു അറിവ് വെച്ച് പറയുകയാണെങ്കിൽ നീ തച്ചൻ്റെ മകനാണ്, നിനക്ക് മരപ്പണിയെക്കുറിച്ച് വലിയ ജ്ഞാനമുണ്ടാകാം, അറിവുണ്ടാകാം. നിൻ്റെ അപ്പൻ നീയും മരപ്പണിശാലയിൽ പണിയൊക്കെ എടുത്തു വന്നതാണ്, തച്ചൻ്റെ മകനാണ്, നിനക്ക് അതിനെക്കുറിച്ചുള്ള അറിവൊക്കെ ഉണ്ട്. പക്ഷേ ഈ കടലും ഈ മീൻപിടുത്തവും ഈ വലയും ഇതിനെക്കുറിച്ച് നിനക്ക് എന്തറിയാം? ഇതിനെക്കുറിച്ച് എനിക്കും എൻ്റെ പിതാക്കന്മാർക്കും ഒക്കെയാണ് നല്ല അറിവുള്ളത്. അപ്പോൾ ആ അറിവ് വെച്ചാൽ ഞാൻ ചെയ്തത്, എന്നിട്ട് കിട്ടിയില്ല. പിന്നെ ഇനിയിപ്പോൾ ഈ പകലിൽ വലയിറക്കാനോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ വചനത്തിൽ ഇപ്രകാരമാണ് സദൃശ്യവാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ, 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വന്തം വിവേകത്തിലും ഒക്കെ ഊന്നി പൂർണ്ണമായും കർത്താവിനെ ആശ്രയിക്കാതെ അങ്ങനെ പോകുന്നൊരവസ്ഥയാണ്. പത്രോസിന് വേണമെങ്കിൽ അങ്ങനെ പറയാം, നിനക്കതിനെക്കുറിച്ചാണ് അറിവുള്ളത്, എനിക്കിതിനെക്കുറിച്ച് നല്ല അറിവുണ്ട്. എന്നാൽ പത്രോസ് സ്വന്തം വിവേകത്തിൽ ഊന്നിയില്ല. ആമേൻ. കർത്താവിൻ്റെ ശബ്ദത്തെ ഗൗനിച്ച് കർത്താവിൽ ആശ്രയിച്ച് അവൻ ചുവട് വെക്കുവാനിടയായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, പത്രോസിൻ്റെ പടകിൽ നിൽക്കുന്നവൻ സകലത്തെ നിറയ്ക്കുന്നവൻ്റെ നിറവാണ്, സകലത്തെ നിറയ്ക്കുന്നവൻ്റെ നിറവായ ദൈവമാണ്. ഹല്ലേലൂയ. എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവം, നമ്മളെ വിളിച്ച ദൈവം സകലത്തെയും നിറയ്ക്കുന്നവൻ്റെ നിറവാണ്. ആ നിറവ് നമ്മുടെ പടകിനകത്ത് തരാൻ എൻ്റെ ദൈവം ശക്തനാണ്. നാം അവനെ ആശ്രയിച്ചാൽ മതി, നാം അവനെ അനുസരിച്ചാൽ മതി. ഇന്ന് പ്രഭാതത്തിലും ജീവിതത്തിൻ്റെ ഏതൊക്കെയോ മേഖലകളിൽ വളരെ അധ്വാനിച്ച് ഒരു റിസൾട്ടും കാണുവാൻ കഴിയാതെ പരാജിതനായി നിൽക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു.
സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ദൈവശബ്ദത്തെ, ദൈവത്തിൽ ആശ്രയിച്ച് ആ ശബ്ദത്തെ അനുസരിച്ച് ചുവടുവെക്കാൻ തയ്യാറാകുമോ, ശൂന്യതകൾ വലിയ നിറവുകളായി മാറാൻ പോകുന്നു. അത് നമ്മുടെ ദേശത്ത്, അത് നമ്മുടെ പട്ടണങ്ങളിൽ, അതോരോ സഭകളിൽ അത് വെളിപ്പെടാൻ പോവുകയാണ്. അതിൻ്റെ ഒരു സീസൺ കർത്താവ് അങ്ങനെ ചെയ്യുകയാണ്. വിശ്വസിക്കുക, ശൂന്യതകൾ വലിയ നിറവുകളാകുന്നു. പത്രോസിൻ്റെ ആ ചുവടുവെപ്പ്, സ്വന്തം ബുദ്ധിയിലുള്ള ചുവടുവെപ്പിൻ്റെ അപ്പുറത്ത് കർത്താവിലുള്ള ആശ്രയത്തോടെ, അനുസരണത്തോടെയുള്ള ചുവടുവെപ്പ് അവനെ തന്നെ ആശ്ചര്യപ്പെടുത്തി കളഞ്ഞു. അവൻ്റെ വല നിറഞ്ഞു, അവൻ്റെ പടക് നിറഞ്ഞു. അവനെ ആശ്ചര്യപ്പെടുത്തിയ ഒരു റിസൾട്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്നെയും നിങ്ങളെയും ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലുള്ള ദൈവപ്രവർത്തികൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വെളിപ്പെടുത്താൻ എൻ്റെ ദൈവം ശക്തനാണ്. ഈ പ്രഭാതത്തിൽ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശൂന്യതകൾക്കകത്ത് ഇറങ്ങി വരുന്ന ഞങ്ങളുടെ ശൂന്യതകൾ വേറെ ആരും അറിയുന്നതിനേക്കാൾ നന്നായി അറിഞ്ഞ് ഞങ്ങളുടെ ശൂന്യതകളെ ലക്ഷ്യം വെച്ച് അവിടേക്ക് നടന്നു വരുന്ന എൻ്റെ അപ്പൻ്റെ കാൽപാദങ്ങൾക്കായി സ്തോത്രം. എൻ്റെ അപ്പൻ്റെ കാൽപാദങ്ങൾക്ക് ഞങ്ങളുടെ പടകുകളെ വിട്ടുതരികയാണ്. ആ നടന്നു വരുന്നവൻ നിറയ്ക്കുന്നവൻ്റെ നിറവാണ്, സകലത്തെ നിറയ്ക്കുന്നവൻ്റെ നിറവാണ്. ആ കാൽപാദം എൻ്റെ പടകിനകത്ത് വന്നാൽ, എൻ്റെ ജീവിതത്തിൽ വന്നാൽ, എൻ്റെ ശൂന്യതകൾക്കകത്ത് വലിയൊരു മാറ്റമുണ്ടാകും. കർത്താവെ, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ബുദ്ധിയിലും വിവേകത്തിലും കഴിവിലും ഒക്കെ ആശ്രയിച്ച് അധ്വാനിച്ച് ഞങ്ങൾക്കൊരു നന്മ കിട്ടിയില്ല, ഞങ്ങളുടെ കയ്യിലുള്ളതും കൂടെ പോയി എന്ന അനുഭവങ്ങളാണ്. എന്നാൽ ഇന്ന് ഈ മാസത്തിൽ, ഈ മെയ് മാസം, ഞങ്ങൾ അപ്പയോട് ചേർന്ന് നിൽക്കുന്നു. അങ്ങയുടെ അങ്ങിൽ ആശ്രയിച്ച്, അങ്ങയുടെ ശബ്ദത്തെ ഗൗനിച്ച് ഞങ്ങൾ ചുവടുകൾ വെക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്ന, മറ്റുള്ളവർ ഞങ്ങളെ കണ്ട് ആശ്ചര്യപ്പെട്ടു പോകുന്ന വലിയ നിറവുകൾ, റിസൾട്ടുകൾ ഞങ്ങളുടെ പടകിനകത്ത്, നിൻ്റെ ജനത്തിൻ്റെ ജീവിതത്തിൽ, അവരുടെ പടകിൽ കർത്താവ് നൽകുന്നതോർത്ത് സ്തോത്രം. തിരുനാമ മഹത്വം എടുക്കട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.